ഹായ്, നമ്മൾ ഇന്നുള്ളത് പെരിന്തൽമണ്ണ ഹിറിയിലാണ്. ഹിറിയിലെ എക്സോട്ടിക് പെറ്റ്സിന്റെ കേജിലാണുള്ളത് കേട്ടോ. നമ്മളെ കയ്യിലുള്ളത് സൺകൊടൂറാണ്. ഇവിടുത്തെ സൺകൊടൂറാള് ഫുള്ള് ഭയങ്കര ടേമിഡ് ആട്ടോ. ഭയങ്കര ടേമിഡ് വെച്ചാൽ എത്രയും അണക്കാണ്. എത്ര ആള് വന്നിട്ടും അവർക്ക് ഇതൊരു പ്രശ്നമല്ല. അവർ അത്രയും നമ്മളോട് മനുഷ്യനോട് അത്രയും ഇണങ്ങി ചേർന്ന് നിൽക്കാണ്. ഇതിന്റെ കളറൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. എത്ര കളറാണെന്ന് നമുക്ക് തന്നെ അറിയില്ല, അത്രയും കളേഴ്സാണ് അതിന്. പക്ഷെ അതിന്റെ ചുണ്ട് ബ്ലാക്ക്, പക്ഷെ ബാക്കി എല്ലാ കളറും ആ തലന്റെ ഒരു ഓറഞ്ചാണോ മഞ്ഞയാണോ എന്താ ഒന്നും പറയാൻ പറ്റില്ല, അത്രയും രസമാണ്. പക്ഷെ അവിടെ നമ്മളിങ്ങനെ ഒന്ന് അനങ്ങാതെ നിൽക്കുകയാണ്. നമ്മളെ ഷർട്ടിന്റെ ബട്ടണും നമ്മളെ ചെവിയും മുടിയൊക്കെ കടിച്ചു വലിക്കും. പക്ഷെ അവർ കൈയോട് തട്ടി അവരൊന്നും കൂടി ടൈറ്റാക്കി പിടിക്കുമ്പോൾ നമുക്ക് വേദന ആവില്ല. അപ്പൊ അവർക്കൊരു പ്രശ്നമാണ്. അപ്പൊ അവിടെ കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് എല്ലാവരും അവര് ഫീഡ് കൊടുക്കാനുള്ളത് ഇത് തരും. ഇത് സൺഫ്ലവറിന്റെ സീഡ്സാണ് നമുക്ക് എല്ലാം തന്നിട്ടുള്ളത്. അതാണ് നമുക്ക് കൊടുക്കണ്ടേ. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ ഇതിട്ടാ ഇതേപോലെ സൺകൊടൂർ മാത്രമല്ല, കുറേ ഉണ്ട്. പിന്നെ അവർക്കും നല്ല പറന്ന് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഒരു കൂടിന്റെ ഉള്ളിലുള്ള ഫീലൊന്നും അവർക്ക് ഒരിക്കലും തോന്നൂല. അതാണ് അവർ ഇത്ര ഹാപ്പി ആയിട്ട് ഇതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ഫീഡ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ പൊക്കി കൊടുത്താൽ മതി, പറന്ന് വന്നിരിക്കും. ഇപ്പൊ തന്നെ അവര് ഉച്ചക്ക് കുറച്ച് ഫീഡ് കൊടുത്തിരുന്നു, നോർമലായിട്ട് കൊടുത്താണ്. അതാണ് അവര് എല്ലാവർക്കും വിശപ്പില്ല, അതാണ് അവര് ഇങ്ങനെ വരാനും മടിക്കണ്ടേ. ഇവിടെ കസ്റ്റമർ ആള് വരല് തുടങ്ങിയാല് ഒരു 5 മണിയൊക്കെ വരും. അപ്പൊ അവര് വിശക്കും. അപ്പൊ പിന്നെ അവര് കയ്യിൽ നമ്മൾ ചെറിയൊരു കുറച്ചൊരു ഫീഡ് എടുത്താലും കൈ കാണിച്ചു കൊടുത്താൽ തന്നെ അവരെല്ലാവരും പറന്ന് വന്നിരിക്കും. ഇത് ടേമിഡ് ആയതും ടേമിഡ് ആവാത്തും കുറച്ചുണ്ട് കേട്ടോ. ഇവര് കുറച്ച് പേടിയാണ് അവർക്ക്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ആളാണ് മക്കാവ്. മക്കാവിന് നമ്മള് മേലൊക്കെ ഇരുത്തി അറിയില്ല. മക്കാവിന് പിന്നെ കുറച്ച് നല്ല ഫുഡ് വേണം. നല്ല ഫുഡ് വെച്ചാൽ കുറച്ച് കട്ടിലൊക്കെ വേണം. അപ്പൊ തലയിലൊക്കെ കയറി ഇരിക്കാണ്. പക്ഷെ നമ്മളെ മുട്ടത്തല ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വേദന ഉണ്ടാവും. പക്ഷെ ഇളകാതെ നിന്നാ മതി. അപ്പൊ അവര് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പിടിക്കണുള്ളൂ. ഇളകുമ്പോ അവർക്ക് പേടിയാണ്. അപ്പൊ അവരൊന്ന് ടൈറ്റ് ആക്കും. അത്രയും വലിയൊരു പക്ഷിയുടെ നമ്മളെ തലയിലെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. അവർക്കൊരു പ്രശ്നമില്ല. ഇവിടുത്തെ കൊണൂറാണ് ഭയങ്കര സംഭവം. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ വീണ്ടും ഓരോരുത്തരെ കുറച്ച് സീഡ്സ് ചോദിച്ചു വാങ്ങിയതാണ്. കയറുമ്പോ തന്നെ തന്നതൊക്കെ കഴിഞ്ഞു പോയി. സൺകൊടൂർ നമുക്ക് വീട്ടിലൊക്കെ വളർത്തട്ടാ. അത്ര കുറച്ചൊരു വലിയ കേജ് ഉണ്ടെങ്കിലും സുഖമായിട്ട് വളർത്താൻ പറ്റും. ഇപ്പൊ ഇതാ അവിടെ ആളുകൾ വന്നു തുടങ്ങണുള്ളൂ. ഞങ്ങൾ ഉച്ച ടൈമിലാണ് അവിടെ എത്തിയത്. 4 മണിക്ക് ശേഷമാണ് അവിടെ ആളുകൾ കൂടുതൽ വരുന്നത്. എന്തായാലും എല്ലാവരും വന്ന് നോക്കാം. നല്ല രസമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരു നല്ലൊരു അനുഭവമായിരിക്കും. കാരണം ഇത്ര അടുത്ത് ഇത്രയും വലിയ വലിയ കുറേ പക്ഷികളെ നമ്മൾ കാണുക, അവർക്ക് തീറ്റ കൊടുക്കുക, അതൊക്കെ ഭയങ്കര രസമല്ലേ. ഇത് അവിടുത്തെ ഒരു തത്തയാണ്. പക്ഷെ പേര് നമുക്ക് കറക്റ്റ് അറിയില്ല, കാരണം വലിയൊരു തത്തയാണ്. അല്ലാതെ നമ്മളെ തൊഴിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. സൺകൊടൂർ ബട്ടൺസ് ഒക്കെ തിന്നാണ്. അവരവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഗോൾഡും ആഭരണങ്ങൾ ഇട്ട് വരരുതെന്നല്ല. അത് എന്തായാലും അവര് കണ്ടാല് അതിനെ കൊത്തി പറിക്കും. ആണോ, ഇത്രയും വിശാലമായ ഒരു പെറ്റിന്റെ കേജ് ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ എല്ലാ സൗകര്യമുണ്ട്. ഇനി മഴയും കിട്ടും വെയിലും കിട്ടും. മഴ പെയ്താലും ഒരു സൈഡ് ഫുള്ളായിട്ട് മഴ വരും. അതായത് ഇതിനൊരു 80% ഓപ്പണാണ്. ഒരു ഏരിയ മാത്രമേ കുറച്ച് കവർ ചെയ്തിട്ടുള്ളൂ. നമുക്ക് പാറി നടക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങും അത് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാന്. ചെറിയ മക്കൾക്ക് വരെ കയ്യിലൊക്കെ ഫുഡ് എടുത്ത് കൊടുക്കാൻ പറ്റും, ധൈര്യമായിട്ട് കൊടുക്കാം. മക്കാവ് കണ്ടില്ലേ. ഇതാണ് സൺകൊടൂർ. നമ്മളെ വിട്ട് പിരിടില്ല. നമുക്ക് തന്നെ അവിടുന്ന് ഇറങ്ങാനും തന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് വീണ്ടും തീറ്റ വാങ്ങി കൊടുക്കാണ്. എന്തായാലും എല്ലാവരും വന്ന് നോക്കണം. എന്തായാലും അത്ര രസാണ്. കണ്ടില്ലേ, ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. നമ്മൾ എത്രയായാലും മടുത്തു പോകില്ല. ഇത് മേലെ കൂടി ഇപ്പൊ പരുന്ത് പാറുന്നുണ്ട്. പരുന്ത് പാറുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഒരു കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് പാറുകയാണ്. കണ്ടില്ലേ, കൂട്ടായിട്ടാണ് എല്ലാവരും പോകുന്നത്. അത്രയും മേലെ പരുന്ത് പാറിയിട്ട് ഇവർക്ക് ഇത്ര പേടിയാണ്. പക്ഷെ കാണുമ്പോൾ നമ്മളത് അറിയില്ല, എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ പിന്നെ മേലൊക്കെ നോക്കുമ്പോൾ പരുന്തുള്ളത് അറിയണ്ടേ. നമ്മൾ വിചാരിച്ച അവരൊരു ഇങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളതാണ്. ഇതാണ് മക്കാവ് ഞങ്ങൾ നല്ലൊരു മസാജൊക്കെ കൊടുത്ത് മക്കാവിന്റെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
ഇതിന്റെ ഫുൾ വീഡിയോസ് നമ്മളെ ചാനലുണ്ട്, എല്ലാവരും ഒന്ന് കയറി കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം.